പറഞ്ഞത്. ശരി ശരി ഓക്കെ. എങ്ങോട്ടാ തിരക്കിട്ട് പോണി? അതന്നെ പറഞ്ഞേ, തേടിയ വള്ളി കാൽമ ചിറ്റിന്ന് പറഞ്ഞ മാതിരിയായി. അന്നെ തിരിഞ്ഞിറങ്ങി തന്നെ. എന്താ ചെരുവിന്റെ വിശേഷിച്ച്? ഞാൻ പെരേക്കാണല്ലോ പോരി, നമുക്ക് അവിടെ സംസാരിച്ചാലോ? ഒരേൽക്കൊന്നും വരാൻ നേരമില്ല. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോ എന്ത് കാര്യ? എന്താ കോഴി ബിരിയാണി വേണ്ടെന്ന് വെച്ചോ? അതൊന്നും ഇല്ലടോ. നിങ്ങൾ എന്താ വെച്ചാ പറയ്, മനുഷ്യന് ബേജാറാക്കല്ലേ. എനിക്ക് ബേജാറൊന്നും വേണ്ടടോ. നമുക്ക് ആ തെങ്ങിന്റെ വീട്ടിലോ കവുങ്ങിന്റെ വീട്ടിലോ പോയി കുത്തിരിക്കാം. എന്താ എത്ര വലിയ കാര്യം? ആ തോട്ടിലാണ് പണിക്കാരുണ്ടാവും. ഇല്ലടോ, ഞാൻ അതിലല്ല പോകുന്നത്. അതാണ് പോരി, എന്താ ആക്കാഞ്ഞ് പറയാനുള്ള. അങ്ങോട്ട് നടക്കടോ. എനിക്ക് നിങ്ങളാ പറഞ്ഞ വിശ്വാസമായിട്ട് ചേട്ടോ. എനിക്ക് വേണം വിശ്വസിച്ചാൽ മതി. ചങ്ങായിയെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മോളെ നന്നായാരാ, ഓളെടുത്തൊരു പ്രശ്നമില്ല. അങ്ങനെ വിശ്വസിച്ചിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. ഓല് രണ്ടാളും കൂടി ആ ഏത്തക്കുവിന്റെ അവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കണതാ ഞാൻ കണ്ടേ. വെറുതെ അല്ല, ഓൻ നാളിന്റെ പെരയിൽ ബിരിയാണി നിന്നാ മതി. ഓളെ കണ്ടതും പിന്നെ അവിടുന്ന് മിന്നിക്കാം. അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടോന്ന് അന്നേരം തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്റെ മോള് പഠിക്കാൻ പോണത് ബാംഗ്ലൂര്, ഓന് മലപ്പുറത്തായിരുന്നു. പിന്നെ ഓല് തമ്മിൽ എങ്ങനെ ഈ അടുപ്പത്തിലായത്? അതാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. ഓനെ മലപ്പുറത്തുള്ളതൊന്നല്ല, ഓൻ കൊടകിലാണ്. ഇപ്പൊ അവിടുന്ന് കണ്ടില്ലോ അത് എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. കൊടകിലോ? ജില്ലയോട് പറഞ്ഞോ മലപ്പുറത്തായിരുന്നാണെന്ന്. അന്യ നാട്ടുകാരനാന്ന് പറഞ്ഞാൽ നിങ്ങൾ പണി കൊടുക്കുമോ? ഓൻ കർണാടകക്കാരനാണ്. കള്ള നായിൻ്റെ മോന് കളവ് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ പണിയെടുക്കണത് ഞാൻ കാണട്ടോനെ. ഇക്കാലത്തെ ഒരുത്തനും വിശ്വസിക്കാൻ പറ്റൂല. ഓൻ പാല് കൊടുത്ത് കഴിക്കാൻ കൊത്തിയല്ലോ. ഇപ്പം എൻ്റെ മണ്ടേ കയറിയില്ലേ? സൂക്ഷിച്ചാൽ എനിക്ക് തന്ന്. ഞാൻ കണ്ട കാര്യം എന്നോട് പറഞ്ഞെന്നുള്ളൂ. നീ എൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. ആ കള്ള നായിൻ്റെ മോനെ എൻ്റെ സ്വന്തം മോനായിട്ട് ഞാൻ കരുതിയത്. അത് എനിക്കാ തെറ്റ് വെച്ചത്. ചക്കൊന്നുമില്ലല്ലോ ചൂ നോക്കാന്. ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന എന്താന്നുള്ളപ്പോൾ നമുക്കറിയാം. ഞാൻ പെരേക്കാട് ചെല്ലട്ടെ. ഓണിഞ്ഞ് പാട്ടിറങ്ങി പോണേ എനിക്കൊന്ന് കാണണം. ഇനി അത് ചെണ്ടമ്മൽ മുട്ടിയാണ്ടേ നാട്ടുകാരെ മൊത്തത്തിൽ അറിയിക്കണ്ട. ഒരു തഞ്ചത്തിൽ ഓളോട് ഇങ്ങനെ പറഞ്ഞോളം മനസ്സിലാക്കി കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിക്കുക നമ്മളെ നാട്ടുകാർ. ഒന്നുമേലും കുടിച്ച് കയറാൻ അത് മനസ്സിലാക്കിക്കൊള്ളു. നിങ്ങളെ ഓനെ പണിനാണ്ട് ഒഴിവാക്കിയാളെ. ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഒരു 10 വയസ്സിലെ പണി കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോ ഇതിപ്പോ പറയാൻ നിൽക്കണ്ട. എൻ്റെ മോളെ കല്യാണം കഴിയുന്ന വരെ അവിടെ നിൽക്കട്ടെ. എല്ലാം പണിക്കൊരാളെ കിട്ടൂല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എന്താ വെച്ചാൽ പറയാം. ഓനെ ഇനി എൻ്റെ പെരയിലേക്ക് കൊണ്ടുപോകും വേണ്ട, ഓനായിട്ട് ഇടപാടും വേണ്ട. ഓനെ ഇനി റൂമൊന്നും പുറത്തിറങ്ങൂല. അതിനുള്ള പണി ഞാൻ അടുത്ത് ചെയ്യും. ഇനി ഒരു കാര്യം ചെയ്യും, എൻ്റെ മോളോട് ഓൻ പോണത് വരെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയണം. മനസ്സിലായി എനിക്ക്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. വേറെ മാർഗം ഇല്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങക്ക് പറ്റിയത്? രാവിലെ മുതലുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണത്. വെള്ളം ചോദിച്ചോ? ഓ വേണ്ടെങ്കി വേണ്ട, നിങ്ങക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളി. എന്താ നിങ്ങക്ക് പറ്റിയത്? നിങ്ങൾ ഇങ്ങനെ നല്ലല്ലോ. എന്താണ് എന്നോട് പറയൂപ്പാ? ഇനി ഇങ്ങനെയൊക്കെ കാണുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ പണിയാളെ കാട്ടിക്കൂട്ടണേ. നിങ്ങൾ എന്താ ഇപ്പൊ പറയണത്? ഞാനും അമ്മ എന്ത് കാട്ടിക്കൂട്ടിന്നാ? വെള്ളം കുടിച്ചോളിപ്പാ.
എനിക്കെന്റെ വെള്ളമൊന്നും വേണ്ട. ഞാൻ പലരോട് വെള്ളം ചോദിച്ചില്ലല്ലോ. ഞാനും ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനോട് കാണിക്കണോ? എന്നോട് പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളിപ്പാ. ഇജ്ജെന്തിനാണ് ചോദിച്ചത് ആളെ കൊണ്ട് പഠിപ്പിക്കാൻ നടക്കുന്നത്? ഞാൻ എന്ത് ആളെ കൊണ്ട് പഠിപ്പിച്ച് നിങ്ങൾ പറയുന്നത്? ഞാൻ ഇക്കാലം വരെ എന്ത് ചീത്തപ്പേര് കളിപ്പിച്ചിട്ടുണ്ടോ? ഇന്നാ ഞാൻ ഉണ്ടായത് എനിക്ക് ആളിടയിൽ തല കയറ്റി നടക്കണം. എന്റെ ആങ്ങളെ കാരണേ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതായതാ. ഇനി എന്റെ മോള് കാരണേ ഒന്നും ഉണ്ടാകരുത്. അങ്ങനെയല്ലോ ഉണ്ടായാലേ ഇന്ന് കാണലുകളായിട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇജ്ജെന്തിനാണ് ചോദിച്ച ആ അൻവറിനെ കാണാൻ ഇങ്ങനെ പോണത്? ഈ കല്യാണപ്രായ ഒരു പെണ്ണാ, അത് മറക്കണ്ടോ. ഓ, അപ്പൊ അതാണ് കാര്യല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനൊക്കെ ചോദിക്കണത്? നേരെ എന്നോട് ചോദിച്ചാ പോരെ? എന്താ ശരിയല്ലേ? ആൾക്കാർ ഓരോന്ന് പറഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ഓൻ അന്യ നാട്ടുകാരനാ. എന്റെ കുട്ടീനെ ഓരോന്ന് പറഞ്ഞു വായിക്കേ ഓനങ്ങോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതങ്ങോട്ട് മറന്നാളാം. കാരണം ഓന് കൂലിപ്പണിക്കാരനാ. ഇനിയിപ്പോ അതുമല്ല വല്ല വെട്ടും കുത്തൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്നാണെങ്കിലോ ഓന്റെ സ്വഭാവം എന്താണെന്ന് ഞമ്മക്കറിയോ. എന്താ ഇപ്പൊ നിങ്ങള് പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേട്ട് നടക്കുക? എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴേ മോളെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അൻവറുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണോ പ്രശ്നം? ഇല്ലല്ലാതെ അതങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റൂല. ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാണും പെണ്ണും സംസാരിച്ച് അപ്പൊ തുടങ്ങും പ്രേമം സദാചാരം പറഞ്ഞിട്ട്. നിങ്ങളും കുറച്ച് പഠിച്ചതല്ലോ ഉപ്പ. പിന്നെന്തിനും ഓനെ കാണാൻ വർത്തമാനം പറയാൻ പോണേ? ഈ നാട്ടുകാർ കാണില്ല ഇതൊക്കെ. ഉപ്പ, അൻവർ ആരാ നിങ്ങൾക്ക് അറിയോ? ഓനൊരു അന്യ നാട്ടുകാരൻ, പിന്നെ ആചാര്യൻ വരെ കൂലിപ്പണിക്കാരൻ. എനിക്ക് അത്രയൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് അൻവർ അങ്ങനെ ആയിരിക്കും. എന്നാ കേട്ടോളെന്നാല്, നിങ്ങളെ കോളേജിലെ ഒന്നാമനായി പഠിക്കുന്ന ആളെന്ന് അൻവർ, അതും എന്റെ സീനിയർ. ഒരു കൊല്ലം കൂടി ഉള്ളന്ന് അൻവറിനെ പഠിക്കാൻ ബാക്കി. പെട്ടെന്ന് ഒരു ദിവസം അൻവർ പഠിപ്പ് നിർത്തിയാണ്ട് ആരോടും പറയാതെ പോയതാ. എന്താ കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പിന്നെ ഇന്നാൾ നിങ്ങളെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. എന്നെ ഫേസ് ചെയ്യാൻ കഴിയാത്തോണ്ടാണ് അവൻ അന്ന് ഇറങ്ങിപ്പോയത്. ഈ പറഞ്ഞൊക്കെ സത്യമാണ്. ആ ഉപ്പനോട് ഞാൻ പൊള്ളു പറയില്ലല്ലോ. ആ വർഷം കൂടി പഠിച്ചിട്ടാണെങ്കിൽ അവന് നല്ലൊരു ജോലി കിട്ടുമായിരുന്നു. ഇങ്ങനെ ഈ നാട്ടിൽ വന്നിട്ട് കൂലിപ്പണി എടുക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഒന്നും കൂടി കേട്ടോളിപ്പാ. ഞാൻ അൻവറിനെ കാണാൻ പോണെന്ന് പ്രേമിക്കാനല്ല. ഞാൻ പഠിക്കുന്ന വിഷയത്തില് എനിക്ക് സംശയങ്ങൾ തീർത്തു തരാൻ ഈ നാട്ടിൽ വേറെ ആരും ഇല്ല. അത് അൻവർ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നാട്ടുകാർ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത് തെറ്റില്ലെന്ന് ഞാൻ അറിയില്ലേ. ഇക്കാലം വരെ ഞാൻ ഒരു പേരുദോഷമില്ലാതെ ഇങ്ങനെ നടക്കണ്ട്. ഇനി അങ്ങനെ തന്നെ നടക്കുള്ളൂ ഞാന്. അൻവർ എന്തിനാ മോളെ നല്ലൊരു പഠിപ്പ് ഒഴിവാക്കിയാണ് ഇന്ന് നാട്ടിലൊന്ന് കൂലിപ്പണി എടുക്കണത്? നല്ലൊരു പണി കിട്ടുന്ന പഠിപ്പല്ലോ പഠിച്ചിന്. അതെന്താ ഒഴിവാക്കിയത്? അതൊന്നും എനിക്കറിയില്ല. അതിനെ പറ്റി അവനോട് ചോദിച്ചില്ല. എന്റെ പഠിപ്പിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവൻ എന്തേ പറഞ്ഞു തരൂ. ആ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നും പറയൂല. മിണ്ടാതെ അങ്ങനെ ഇരിക്കൂ. കാണണമെന്നു ഈ നാട്ടിൽ കുറച്ച് നിൽക്കണമെന്ന് പറഞ്ഞു അവിടെ വന്നത്. ഇനി ഒരു തമ്മിൽ വല്ല ഇടപാടുണ്ടോന്ന് ആർക്കറിയാം? എന്തൊക്കെ ഉണ്ടെന്ന് അൻവറിന്റെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ എന്തൊക്കെ അറിയാതെ പറഞ്ഞതാണ്. ഇതാണ് പൊരുത്തപ്പെട്ട കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യപ്പാ? മോളെ പോസിയെ ഈ ക്ലാസ് എടുത്തേടി, ഞാൻ പുറത്തിറങ്ങി വരട്ടോ. ഞാൻ അങ്ങാടിക്കാണ് മോളെ. ഞങ്ങള് വരുമ്പോ കുറച്ച് ഏപ്പർ വാങ്ങിക്കോളിട്ടോ. മിന്നാന്നല്ലേ കുറച്ച് പേപ്പറൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി വാങ്ങിക്കോളി. എന്നാ ഇനിയിപ്പോ ഒരു വണ്ടി തന്നെ ആയിക്കോട്ടെ. ഇനി എപ്പോഴും എപ്പോഴും ഇങ്ങനെ നടക്കാനാവില്ലല്ലോ. മോളെ ഇനി മീമാണോ? വേണ്ടപ്പ അന്നത്തെ തന്നെ ബാക്കിയുണ്ട് ഇവിടെ. കഴിക്കോ, ഞാൻ പോയി തരാം. ഓരോ യാതൊരു വാക്കും കേട്ടാണ്ട് എന്റെ മോളെ കുറെ കുറ്റം പറഞ്ഞു. വേണ്ടത് തന്നെ വെറുപ്പിക്കാനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നുണ്ടോ? ഇവിടെന്നാ പണിയൊക്കെ പിന്നെ എടുക്കാം. എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഇവിടെ പറഞ്ഞോളിങ്ങള്.
ചോദിച്ചതിന് ഇജ്ജ് മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ അണ്ണാക്കിൽ എന്താ അപ്പം തല്ലീണേ? ചോദ്യം ഉത്തരവും നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇനി ഞാനിപ്പോൾ എന്താ പറയണ്ട ഇപ്പോൾ അതിൽ? എനിക്കേ പൗസേനെ ഇഷ്ടമാണെങ്കിൽ സുക്കൂറിനോട് പറഞ്ഞിട്ട് ഈ കല്യാണം ഞാൻ നടത്തി തരടോ. അതിനിപ്പോൾ ഞാൻ ഓളെ ഇഷ്ടമാണെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓളെ ഇഷ്ടമില്ലെങ്കിൽ ഇജ്ജെന്തിനാ ഓളെ വയറ്റിലെങ്ങനെ നടക്കണേ? ഞാൻ ഓളെ വൈത്തൽ എങ്ങനെ നടക്കണ്ട? ഞാൻ ആരും വൈത്തലൊന്നും നടക്കില്ല. ഞാൻ പണി കഴിഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് നടക്കും. എന്താ ഇജ്ജായി ആദ്യം വർത്തമാനം പറഞ്ഞിട്ടാണ് അൻവറെ. ഇജ്ജും ഓളിയും വർത്തമാനം പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ചിട്ട്. എത്ര നേരം വെച്ചിട്ടാണ് ഞാൻ ആ റൂമിൽ കുത്തിരിക്കുക? ഞാൻ നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാടത്തേക്ക് വരുന്നത്. റൂമിലാണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ കൊണ്ട് ഭയങ്കര ബഹളും ഇതൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല. അതൊക്കെ കുറച്ച് എനിക്കും തിരിയും. ഞാനും ആ പ്രായം കഴിഞ്ഞ് വന്നത് തന്നെയാണ്. പിന്നെ ഇജ്ജ് ഓള് വരുന്ന വൈക്കിൽ ആ പാടത്ത് തന്നെ പോയി കുത്തിരിക്കണതിന്റെ കാരണം എന്താ? എനിക്ക് പാടത്ത് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. നിങ്ങൾ ഇന്നാൾ പറഞ്ഞതിന് ശേഷം ഞാൻ ആ സ്ഥലത്തേക്ക് തന്നെ പോയില്ല. അതൊക്കെ ശരിയാണ്. രണ്ടാളിപ്പോ സ്ഥലം വേറെ മാറ്റിയല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാലേ? ജയ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ ജോളാണ്ട് കെട്ടിക്കടോ നമുക്ക്. ആചാരെ, എനിക്ക് പല ജാതി പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഈ കല്യാണത്തിന്റെ കാര്യം ഒന്നും ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. അനക്ക് എന്ത് പ്രശ്നാടോ? എന്തുണ്ടെങ്കിൽ ഇന്നോട് പറയും, അത് ഞാൻ ശരിയാക്കി തരാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ മാത്രമേ ഉള്ളൂ. അതിപ്പോ നിങ്ങളെ കൊണ്ട് മാത്രം തന്നെ നേരാക്കാൻ കഴിയുള്ളൂ. അത് നേരാക്കണവരെ ഞാൻ ഈ നാട്ടിലുണ്ടാവും ചെയ്യും. എന്താടോ അങ്ങോട്ട് ഇഞ്ഞോണ്ട് പെറുവിറുക്കണേ? എന്തൊടിനായിരുന്നു നോടിയാ? എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഒന്നുമില്ല ആചാരെ. സുക്കൂറിനെ കണ്ടിട്ടേ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെന്ന് ഞാൻ പറയാൻ പോവുക. എന്റെ മോളെ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ എന്റെ കല്യാണം നടത്താം. നിങ്ങൾ പിന്നെയും തന്നെയാ പറയണേ. ഞാൻ തൽക്കാലം ഇപ്പൊ ഒരു കല്യാണത്തിന്റെ കാര്യം തന്നെ ചിന്തിക്കില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ശുക്രാക്കാനോട് ഒന്നും പറയരുത് കേട്ടോ. എന്താ പിന്നെ ആ കുട്ടീനെ വെറുതാണ്ട് വിട്ടാളാ. ആ കുട്ടീനെ വഹിക്കാണ്ട് പോയിക്കോട്ടെ. ആ കുട്ടിക്ക് ഒരു ആങ്ങളുണ്ട്, കേട്ടണേ? ഈ ഫിറോസ പേര്. അങ്ങാടിയിൽ വെച്ചിട്ട് ഒരു ചെക്കനെ തച്ചതാ. ഇന്നും ഓൻ ജയിലിലാണുള്ളത്. എന്താ കാരണം? ആ ചെക്കൻ മരിച്ചുപോയി. അങ്ങാടിയിൽ വെച്ചിട്ട് പൗസിന്റെ കൈ കയറി പിടിച്ചതാ ആ ചെക്കന്. അതൊക്കെ ഞാൻ അങ്ങാടിന്ന് ഓരോരുത്തർ പറഞ്ഞിങ്ങനെ കേൾക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നിക്കലും ഓളെ കിട്ടുക. നിങ്ങൾ തമ്മിൽ അടുപ്പുണ്ടെന്നുള്ളത് ഓൻ അറിഞ്ഞു കഴിഞ്ഞാലേ ഓൻ ജയിലിൽ നിന്ന് വന്നിക്കാണ് ഇനിയൊരു കൊലപാതകം ഇവിടെ നടക്കും. എന്തായാലും ഇപ്പൊ ഒരു ദിവസം മയ്യത്താവണം. അതിപ്പോ ഓന്റെ കൈകൊണ്ടായിക്കോട്ടെ. എന്താ പജി പറയണത്? ഒന്നുമില്ല ഞാനേ, ഞാൻ ഈ പണിയൊന്നും എടുക്കട്ടെ. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കൂലി തരണമെങ്കിൽ പണി ആയില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂലി തരുമോ? പിന്നെ അതും പറഞ്ഞാണ്ടല്ലോ പിന്നെ നുറിച്ചിട്ടുണ്ടാകുക. എന്നാലേ ഈ പണിയെടുത്തോ. ഞാനേ എനിക്കുള്ള ചായ ആയിടൊന്ന് പോയി നോക്കട്ടെ. ഇമ്മി മോള് രാവിലെ പോയതാണ് കല്യാണം വിളിച്ചാണ്ട്. വന്നിക്കണെങ്കിലേ ഞാൻ ഉണ്ടാക്കിച്ചിട്ട് ഇപ്പൊ കണ്ടു വരാം കേട്ടോ. ആയിക്കോട്ടെ. ആശമ്പരാനെ, ഇത് എന്ത് നാടാണ്? ഒരു പെണ്ണിനോട് മിണ്ടിയാല് പ്രേമം അല്ലെങ്കിൽ കല്യാണം. എന്താ ചെയ്യാ? ഹലോ, ആ എന്തമ്മ പറഞ്ഞോളി. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? എൻ്റെ കയ്യിലുള്ള ഞാൻ അയച്ചില്ലമ്മ. എപ്പോഴും പൈസ വെച്ചാൽ അയാൾ തരുമോ? അതല്ലമ്മ, അതൊക്കെ എങ്ങനെ ഞാൻ ആചാരോട് പറയാ? അതൊന്നും നടക്കൂലമ്മ. ഇല്ലില്ല, കല്യാണം കഴിഞ്ഞില്ലല്ലോ. അത് അടുത്ത മാസം 20-ാം തീയതി അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പറയാൻ നോക്കാം. നിങ്ങൾ സമാധാനമായിരിക്കുമ്മ. മരുന്നൊക്കെ നിങ്ങൾ നേരത്തിന് കുടിക്കില്ലേ? നല്ലപോലെ എന്തെയൊക്കെ എടുത്തുവെച്ച് തിന്നോണ്ട് കേട്ടോ. അതൊന്നും സാറില്ലമ്മ. നിങ്ങൾ വെച്ചോളി. ഞാനേ വൈകുന്നേരം വിളിക്കുക. ഞാനിപ്പോൾ കൊണ്ട് വന്നിട്ടുള്ളൂ പണിക്ക്. ഇനിയിപ്പോൾ ആ തന്തയെ കണ്ട് ഇങ്ങനെ വന്നാലേ അയാളിങ്ങനെ നൊടിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ശരിയാ.
ഹലോ ഇക്ക, ഓട്ടോന്റെ പൈസ പൈസ തന്നില്ലല്ലോക്കാ. ഏത് പൈസ? ഓട്ടോടി പൈസ തന്നില്ലക്കാ. ഫിറോസിന്റെ പൈസ എടുക്കില്ലിക്കാ. ഡീസൽ അടിക്കാനുള്ള പൈസയാണ് ഇക്കാ. കണക്കിത് മതിയാടാ. പോടാ പോടാ, കയ്യിൽ കഴിഞ്ഞു കൊടുക്കണം. പ്ലീസ് ആ പൈസ തരിക്കാ. ഓലോട് പറഞ്ഞേ, ഇത് ഫിറോസെ കല്യാണം. പോണ പറഞ്ഞേ. ഉപ്പ ഉപ്പ നിങ്ങളെന്താ മിണ്ടാത്തേ? എന്താ എന്നോട് ഉണ്ടാനേ? 8 കൊല്ലായിപ്പാ ഞാൻ അവിടെ പോയിട്ട്. നിങ്ങളെ കണ്ടിട്ടും 8 കൊല്ലായി. ഈ ഞങ്ങൾക്ക് തിന്നാൻ നേരം പണിക്കുപോയൊന്നല്ലോ. ഇപ്പോഴെനിക്ക് തോന്നി ഞങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മളെ കുടുംബത്തിന് ഒരു ചീത്തപ്പേരുണ്ടാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ജയിലിൽ പോയതല്ലേ. ജീവ പോയതുകൊണ്ട് എല്ലാ പേരിൽ നമുക്ക് ഉണ്ടായത്. ഉപ്പ നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ? ഈ ഒരു പാവപ്പെട്ട ചക്കര റോട്ടും വേണ്ടി തച്ചു വന്നത് അപ്പൊ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കാൻ വേണ്ടിട്ടേ. കൊല്ലാൻ വേണ്ടി ചെയ്തല്ലപ്പ, അത് പറ്റിപ്പോയി. അതിന്റെ കാരണം ഇതുവരെ നിങ്ങൾ ചോദിച്ചോ എന്നോട്? എന്തിനു ചോദിക്കണം? ഈ കണ്ട ചെക്കന്മാരെ കൂട്ടി കള്ളും കുടിച്ച് തോന്നിയാസം നടത്തി എത്തി നടത്താൻ ഞാൻ ചോദിച്ച ആൾക്കാന്. നമ്മളെ കുടുംബത്തില് ചീത്തപ്പേരുണ്ടാക്കാൻ തുടങ്ങിയാലേ ആരാലും ഞാൻ ചോദിക്കും. ഈ കള്ളുടിച്ച് അടുക്കളോണ്ട് കുടുംബത്തിന് നല്ല പേരുണ്ട്. എന്റെ പൂരി എന്താണ് വേണ്ടാത്ത? ആരാണ് കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയത്? ഉപ്പ അത് ഉണ്ടാക്കാൻ തുടങ്ങിയോടെ ഞാൻ തച്ചത്, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. എന്റെ അടി കൊണ്ട് അവന് റോഡ് വേണ്ടി ചത്തുപോയി. അതിന് നിങ്ങൾ ആരും കൊണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ പോലീസ് ഉണ്ടായത്. അത് ഇങ്ങനല്ലേ എന്നെ പിടിപ്പിച്ചേ? ആടോ ഞാൻ തന്നെ. അന്നെപ്പോലുള്ള ചേത്താമാരെ നിന്റെ കുടുംബത്തിൽ വേണ്ട. കെട്ടിക്കാനാരും മോളുണ്ട് എനിക്ക്. ഓർമ്മയുണ്ട്. ഐറ്റങ്ങളെ പോയിട്ട് എനിക്ക് പറ്റൂ. ഇജി ഞങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. ഇജി എവിടെ പോയി തൊഴഞ്ഞോ? ഉപ്പ ഇജി അങ്ങനെ വിളിക്കരുത്. എന്റെ മോൻ ചത്തിട്ട് 8 കൊല്ലം പോരായി. എന്നോട് ഇറങ്ങിപ്പോ എന്നോട് പറയിപ്പിക്കരുത് കേട്ടോ. ഞാൻ പോയിക്കോളൂപ്പ. നിങ്ങൾക്ക് മനസ്സിലായി ഒരു സ്തമ്മാടിയും കൊലപാതകമാണ്. ആയിക്കോട്ടെ, എന്റെ പെങ്ങളെ ഇപ്പൊ റോഡ് മാറും കയറി പിടിച്ചാലും ഒരു തണ്ട് കഴിയാൻ നോക്കൂല. ഓണ റോഡ് മറ്റും ഞാൻ തല്ലും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? അതിന് പെങ്ങളാണ്ട. എനിക്ക് കേൾക്കണം എന്റെ വർത്താനം. ഉപ്പ ഞങ്ങോട്ട് വരാൻ പാടില്ല. ഇനി ഞാൻ എന്റെ പെങ്ങളെയും ഉമ്മാനെയും കണ്ടിട്ട് പോയിക്കോളാം. എന്റെ ആരും ഇവിടെ ഇറങ്ങി പോകരുത്. ഉപ്പ കണ്ട തമ്മാടിയൊക്കെ കയറി നരങ്ങാനുള്ള എന്റെ വരാം. ഞാൻ പോവുക. ഈ നാട്ടിൽ തന്നെ ഞാൻ ഉണ്ടാവും. നിങ്ങൾ ആ മുന്നിലും ഈ ഫിറോസ് വരില്ല. വരരുത്. ഞങ്ങളെ ഉപദ്രവിക്കാണ്ട് വരണ്ട. ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളാം. ഈ വയസ്സൊന്നും അപേക്ഷ ഉണ്ടോ? അയ്യപ്പ മതിയായി. എന്ത് സന്തോഷമായി. എന്റെ മോളെ കെട്ടിച്ചേക്കണ വിലയിലെ ഈ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കയ്യാനുള്ള പൈസ എത്ര വേണം ഞാൻ തരാം. കല്യാണപ്രായാലും കുടുംബത്തിന്റെ വാർത്തയുടെ അപേക്ഷയാണ്. ഞാൻ എന്റെ കാര്യം ഞാൻ പിടിക്കാം. ഉപ്പ എന്താ അത്? ഇല്ലപ്പ, ഈ വീടും നാടും വിട്ട് ഞാൻ പോവാണ്. നിങ്ങൾക്കും എന്റെ പെങ്ങൾക്കും നല്ല ജീവിതം കിട്ടുകയാണെങ്കിൽ ഞാനാണല്ലോ നിങ്ങൾക്കൊക്കെ തടസ്സം. ഞാൻ പോവാം. ഉപ്പ ഞാൻ പോവുക. ഫിറോസിക്ക് ഈ വീട്ടിലേക്ക് വരില്ല. ഇളകിയെടുക്കാൻ പറയാ പോയിട്ട് പണിയെടുക്കാനുള്ള എനിക്ക് പണ്ടാറടക്കാന് അങ്ങാടിയിൽ ഒരു ഓട്ടോസ പോലും ഇല്ല. എല്ലാ കാണുങ്ങനെ കോമ്പലൊത്ത് എടുക്കണ്. നടന്ന് നടന്ന് മനസ്സിന്റെ അണ്ണാക്കിലെ വെള്ളം പറ്റി ഒരേ തുടങ്ങിയത്. നിങ്ങൾക്ക് നിങ്ങളെ സ്കൂട്ടർ എടുത്ത് പോകാൻ മതിയല്ലോ. എന്നിട്ട് ചന്തയിൽ നിന്ന് പോത്തിനെ വാങ്ങിയിട്ട് എന്റെ സ്കൂട്ടറിന്റെ ബാക്കി കയറ്റിക്കൊണ്ടിരാ ഞാൻ അതിനെ. അതിന് വേറെ വണ്ടിയൊക്കെ കയറ്റി പോന്നാ പോരെ? നമുക്ക് എന്നിട്ട് ആ വണ്ടിക്ക് വാടകയും കൊടുക്കണോ, എന്റെ വണ്ടിയിൽ എണ്ണ അടിക്കണം. അതിനകത്തുള്ള വരുമാനമൊന്നും എനിക്കില്ല. ഞങ്ങൾ നടക്കി നാളെ എനിക്ക് ലേശം പൈസ വേണ്ടോ? എന്തിനാപ്പത്? എന്താ എനിക്ക് എത്ര വലിയ ആവശ്യം? എനിക്ക് ഉമ്മാക്ക് പെരക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇജ്ജല്ലേ ചങ്ങയ്യ കഴിഞ്ഞ ആഴ്ച നമുക്ക് പൈസ അയച്ചു കൊടുത്തത്? ഇജ്ജൊരു കാര്യം ചെയ്യും, ഉമ്മ വിളിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇവിടെ മാസശമ്പളം കിട്ടുന്ന പണിയല്ലാന്ന്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, അതുകൊണ്ടല്ലേ ഉമ്മ എങ്ങനെ പറഞ്ഞത്. ഇന്ന് ശനിയാഴ്ച അല്ലേ? ജിമ്മനെ വിളിച്ച് പറഞ്ഞാളാ തിങ്കളാഴ്ച ഒന്ന് അയച്ചു തരാം. ഇതേപോലെ
ആ ഞാൻ ഉമ്മ വിളിക്കുമ്പോ പറഞ്ഞോളാം. എന്നാ പിന്നെ വേറെ നടക്കുന്നില്ല.